നമുക്കൊരു വചനം വായിക്കാം. എഫേഷ്യർക്ക് എഴുതിയ ലേഖനം 4:27 വായിക്കാം. പിശാചിന് ഇടം കൊടുക്കരുത്. സ്തോത്രം. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ. വേണ്ട, അത്ര മതി. പിശാചിന് ഉത്തരേ ഉള്ളൂ. നമ്മളൊരു തരി സ്ഥലം ആത്മീയ മണ്ഡലത്തിൽ പറയുക, പിശാചിന് കൊടുത്താൽ എന്തു പറ്റും? അത് ആദ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചില കഥ. ആദ്യം ഒരു സൂചി കുത്തും, പിന്നെ അവസാനം ഒരു ഒട്ടകം വരെ കടത്തി കൊണ്ടുപോകുന്ന പോലെ. ഇതാണ് പിശാചിൻ്റെ പരിപാടി. ഇതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ കുഴപ്പം? ഇത് സിമ്പിൾ കാര്യമല്ലേ? ചെറിയൊരു കാര്യം നമ്മളെ കൊണ്ടൊന്ന് കോംപ്രമൈസ് ചെയ്യിക്കും. പിന്നീട് അത് വർദ്ധിച്ച് അവന് കടന്നു വരാൻ പറ്റുന്ന വലിയ വാതിലായി മാറും. പിന്നെ വീട് തന്നെ കയ്യിലെടുക്കും. പിന്നെ അടുത്ത വീടുകൾ കയ്യിലെടുക്കും. പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരു വചനം തന്നെയാണ് യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിലെ 7-ാം വചനം വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങണം, പിശാചിന് കീഴടങ്ങരുത്. പിശാചിനോട് എതിർത്ത് നിൽക്കണം. ചിലവർക്ക് നേരെ തിരിച്ചാ. ദൈവത്തോട് എതിർത്ത് നിൽക്കും, പിശാചിനോട് കീഴടങ്ങി എന്ത് കൊള്ളരുതായ്മയാണെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കും. സ്തോത്രം. ദൈവത്തിന് കീഴടങ്ങണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവന് വിട്ടുപോകാൻ നമ്മളും ഒരു എതിർപ്പില്ല. നമ്മളും കുഴപ്പമില്ല എന്നുള്ള ഒരു കോംപ്രമൈസിൽ ജീവിക്കുമ്പോൾ അവന് ഇറങ്ങി ഓടിപ്പോവില്ല. എന്നാൽ അവനെ എതിർക്കണം, അവൻ്റെ പദ്ധതികളെ എതിർക്കണം, അവൻ്റെ വഴികളെ എതിർക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? നമ്മളെ വിട്ട്, കാരണം അവന് ആ എതിർപ്പ് സഹിക്കാൻ പറ്റില്ല, നമ്മളെ വിട്ട് ഓടിപ്പോവും. പിന്നെ ഇത് നടക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ അവിടെ ചെന്ന് ഇടം പിടിക്കും. ആദ്യം ഒരു സൂചി കുത്തും, പിന്നെ ചെറിയ ഒരു ടെൻ്റ് അടിക്കും, പിന്നെ വീടൊക്കെ പണിത് വലിയ ലാവിഷായി താമസിക്കും. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത്. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ചില വാതിലുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന് വിഗ്രഹങ്ങളാണ്. എന്ന് പറഞ്ഞേ, വിഗ്രഹങ്ങൾ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിഗ്രഹങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ പലപ്പോഴും വിഗ്രഹവുമായി അനുബന്ധിച്ച പല കാര്യങ്ങളിലും ലാഘവത്തോടെ എടുക്കുന്നതും അതുവഴി പിശാചിന് വലിയ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതുമായ വിഷയമാണ്. ഇന്ന് നമ്മളതിനെപ്പറ്റി കേൾക്കുക മാത്രമല്ല, ആ വാതിലുകൾ അടച്ച് യേശുവിൻ്റെ നാമത്തിൽ അവിടെയെല്ലാം ജയമെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. ദൈവവചനം പറയുകയാണ്, 3-4 തലമുറകളിലേക്ക് അതിൻ്റെ ശാപം കടന്നു വരികയാണ്. തലമുറകളിലേക്ക്. അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അത് ലാഘവത്തോടെ കാണേണ്ടതല്ല, അത് ദുഷ്ടൻ്റെ പ്രവർത്തനമാണെന്ന് കണ്ട് അതിനെ എതിർക്കേണ്ടതാണ് എന്ന് നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. സ്തോത്രം. നമുക്ക് എത്ര കൽപ്പനകൾ മോശ വഴി കർത്താവ് തന്നിട്ടുണ്ട്? 10. അതിൽ ആദ്യ 2 കൽപ്പന തന്നെ ഈ ഒരു വിഗ്രഹത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആ ഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ 10 കൽപ്പനകളും കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ 20-ാം അധ്യായത്തിലെ 2 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുക്കണമേ. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം
മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചോ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വചനം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ലോകത്തിനെയാണ് ഈ മിസ്രയീം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ലോകത്തിൻ്റെ വഴികളിലായിരുന്നു, അടിമ നുകത്തിലായിരുന്നു. അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നമ്മളെ ദൈവം സ്വതന്ത്രരാക്കി. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ സ്വതന്ത്രരാക്കിയ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു കർത്താവല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. അവിടെ അന്യ ദൈവങ്ങൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതൊന്നും ദൈവങ്ങളല്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിനെ സ്മോൾ ജി, ഗോഡ് എന്നുള്ളതിൻ്റെ സ്മോൾ ജി ആണ് ബൈബിൾ ഉപയോഗിക്കുക. സ്മോൾ ലെറ്റർ ജി ഇട്ടിട്ട് GODS. എന്നാൽ ദൈവത്തെ പറ്റി പറയുമ്പോൾ, യഹോവയെക്കുറിച്ച് പറയുമ്പോൾ, യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റൽ G ആയിരിക്കും. ഗോഡ് എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇതാണ് ആദ്യ കൽപ്പന. സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ അല്ലെങ്കിൽ നമ്മളുടെ ദൈവം ഇവിടെ പറയുക തീക്ഷ്ണതയുള്ള ദൈവമാണ്. പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് ദൈവങ്ങളുടെ കൂടെ യേശുവും ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ദൈവപിതാവും ഇരുന്നോട്ടെ, എന്തായാലും കുറേ ദൈവമുണ്ട്. അങ്ങനെയല്ല. ദൈവവചനം വ്യക്തതയോടെ പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. സ്തോത്രം, ഹല്ലേലൂയ. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ആകെ 3 സ്തോത്രം കേട്ടുള്ളൂ. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ആ വചനം കഴിഞ്ഞിട്ടില്ല. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. ഹല്ലേലൂയ. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ ഉള്ളത്. എന്താ സ്വർഗത്തിൽ ഉള്ളത്? ആരൊക്കെയാ? ദൈവപിതാവ്, യേശു കർത്താവ്, പിന്നെ അനേകം വിശുദ്ധര് സ്വർഗത്തിലുണ്ട്. അബ്രഹാമുണ്ട്. എന്താ നിങ്ങൾ ആരും ഇത്? അബ്രഹാമുണ്ട്. സ്തോത്രം. നമ്മളുടെ പിതാക്കന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ള ഈ പറഞ്ഞ യേശു കർത്താവിൻ്റെ അടക്കം ആരുടെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ള വ്യക്തികളുടെയോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ വ്യക്തികളുടെ, ഭൂമിയിലുള്ള വ്യക്തികളുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഹല്ലേലൂയ. അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സ്തോത്രം. ഭൂമിയിലുള്ള യാതൊന്നിൻ്റെയും, മനുഷ്യരാകാം, പറവകളാകാം, മൃഗങ്ങളാകാം, അതിൻ്റെ ഒന്നും വിഗ്രഹം ഉണ്ടാക്കരുത്. താഴെ പാതാളത്തിലുള്ളതിൻ്റെയും, ചിലർ വളരെ കറക്റ്റായിട്ട് പാതാളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ വിഗ്രഹങ്ങൾ, ഇതിൻ്റെ ഒന്നും വിഗ്രഹം ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല. ഹല്ലേലൂയ. ചിലർ പറയും ഇത് മതമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളിത് കേൾക്കുമ്പോൾ ചില മതത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുമല്ല. ഞങ്ങളൊക്കെ ആയിരുന്ന പാരമ്പര്യ സഭകളിൽ വളരെ ഭംഗിയായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നിറച്ചു വെച്ചിട്ടുള്ള ക്രിസ്തീയ സഭകൾ അനേകമുണ്ട്. ദൈവവചനത്തിൻ്റെ നേർക്കുള്ള
ധിക്കരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. സ്വർഗത്തിലുള്ളതായ ആരുടെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ഭൂമിയിലുള്ളതായ ആരുടെയും വിഗ്രഹം ഉണ്ടാക്കരുത്. പാതാളത്തിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്ന എക്സ്പ്ലനേഷൻ അത് നമ്മൾ ആരാധിക്കുന്നൊന്നുമില്ല, ഞങ്ങളത് ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവെക്കുന്നതല്ലേ ഉള്ളൂ. എന്നാൽ ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ആരാധിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കുവാൻ തന്നെ പാടില്ല. അതുപോലെ ദൈവത്തിന് അറപ്പുള്ള കാര്യമാണ് വിഗ്രഹങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വ്യക്തതയോടെ പറയുക, 4-ാം വചനം, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അത് ഉണ്ടാക്കാൻ തന്നെ പാടില്ല, കൊണ്ടുവയ്ക്കാൻ പാടില്ല, ഇനി അതിൻ്റെ മുൻപിൽ നമസ്കരിക്കുവാൻ പാടുള്ളതല്ല. ഇതെല്ലാം പിശാചിന് കയറി വരാവുന്ന വാതിലുകളാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിനെ നമസ്കരിക്കരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ വെറുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എപ്പോഴാണ് ദൈവത്തെ വെറുത്തത്? ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അത് ദൈവത്തെ വെറുക്കുന്നത് പോലെയാണ്. ദൈവത്തിന് വെറുപ്പുള്ളതാണ് വിഗ്രഹങ്ങൾ. സ്തോത്രം. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം വചനങ്ങൾ പറയുക, വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓടി അകലണം. പുതിയ നിയമത്തിൽ ഒന്ന് പറഞ്ഞേ, വിഗ്രഹങ്ങളിൽ നിന്ന് ഓടി അകലണം എന്ന് പറഞ്ഞാൽ, ഒരു വിഗ്രഹം എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ എന്ത് ചെയ്യണം? അത് ഓർമ്മയ്ക്ക് വെച്ചിരിക്കുക എന്നും പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോയി നിൽക്കണോ? ഞാൻ തൊടുന്നൊന്നുമില്ല, ഇങ്ങനെ അടുത്തവിടെ ഇരുന്നോട്ടെ, അങ്ങനെയാണോ? അല്ല. വിഗ്രഹം ഇരിക്കുന്നത് കണ്ടാൽ അപ്പം തന്നെ, നല്ല ഷൂസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വാങ്ങണം. അടുത്ത മനസ്സിലായില്ല. നല്ല, നിങ്ങൾ ഈ റണ്ണിങ് ഷൂ കണ്ടിട്ടുണ്ടോ? ചില ഷൂ ഒക്കെ ഈ റണ്ണിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതുണ്ട്. അതൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ഷൂ ഭദ്രമായി കെട്ടണം. കാരണം എന്താ? നല്ല വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയല്ല, ഫുൾ സ്പീഡിൽ ഓടണം. അപ്പോൾ ഫുൾ സ്പീഡിൽ കാരണം അത്രയും ദൈവത്തിന് വെറുപ്പുള്ളതും പിശാചിൻ്റെ സ്വാധീനമുള്ളതുമാണ് എന്ന് ആത്മീയ കണ്ണിൽ തിരിച്ചറിഞ്ഞിട്ടേ ഓടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പലതരം ബ്രാൻഡുണ്ട്, നല്ല സ്പോർട്സ് ഷൂകൾ. അതെല്ലാം വാങ്ങിച്ച് വണ്ടിയിലെല്ലാം വെക്കുക. എന്തിനാ? വിഗ്രഹം കണ്ട ഉടനെ, കാരണം ഓടുന്ന വഴിക്ക് തട്ടി തടഞ്ഞ് വീഴാതിരിക്കാനാ. കാല് ചിലപ്പോൾ വേദന എടുക്കും. വിഗ്രഹമാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ സ്പോർട്സ് ഷൂ ഇടുക. സ്ലൈഡറൊക്കെ ഉണ്ട് ഇപ്പോൾ, കെട്ടും പോലും വേണ്ട, ഫുൾ സ്പീഡിൽ ഓടുക. കുണ്ടും കുഴി ഉണ്ടെങ്കിലൊന്നും പിന്നെ ഒരു പ്രശ്നമില്ല. സ്തോത്രം. പരമാവധി ഡിസ്റ്റൻസ് ചെന്നിട്ടാണ് പിന്നെ നിൽക്കാൻ പാടുള്ളൂ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ. ഇതൊക്കെ ഇത്ര സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി പറ്റുന്ന മാലയോ എന്താന്നൊക്കെ വെച്ചാൽ അതെല്ലാം അതിന് മുകളിലിട്ട്, ഇനി അതും പോരാഞ്ഞ് അതും ചുമന്ന് ചെണ്ടയടിച്ച്, ഇത് ഇന്ന മതമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നിങ്ങൾ വിചാരിക്കണം, ഒരു മതവും ക്രിസ്തീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നില്ല. ദൈവവചനം യേശു വന്നത് ഒരു മതത്തെയും സ്ഥാപിക്കാനല്ല, മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട ഏതൊരുവിനോടും സത്യസുവിശേഷത്തിന്റെ വഴി തുറക്കുവാനാ, തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം കൽപ്പിക്കുവാനാ. അതുകൊണ്ട് പ്രിയരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. 1 കൊരിന്ത്യർ 10:14 വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. ഹല്ലേലൂയ. അപ്പൊ അതിനു വേണ്ടി പറയുന്നേ, ഓടാൻ വേണ്ടി പറയുന്നേ. എന്ത്?
നല്ല ഷൂ എപ്പോഴും കയ്യിൽ വേണം. അപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം അത് പറയുന്നതിൻ്റെ കാരണം അതിലെല്ലാം പൈശാചിക സ്വാധീനമുണ്ട്. ഡ്യൂട്രോണമി എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 25-26. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ശ്രദ്ധിച്ചു വായിക്കണം. അവരുടെ ദേവപ്രതിമകളെ, സ്തോത്രം, ഏത് മതത്തിലാണെങ്കിലും, ഇന്ന മതമൊന്നുമില്ല, ദേവപ്രതിമകൾ ദൈവത്തിൻ്റെമായിട്ട് ഒരു ബന്ധവുമില്ല, അത് ഉണ്ടാക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിമകളെ എന്ത് ചെയ്യണം? തീയിലിട്ട് ചുട്ടുകളയണം. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ നേരെ പോയി അതെടുത്ത് ചുട്ടുകളഞ്ഞു. ഇല്ലെങ്കിലത്തെ പരിപാടിയാണ് സ്പോർട്സ് ഷൂ. തീയിലിട്ട് ചുട്ടുകളയാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഷൂ ആണ് കയ്യിൽ വേണ്ടത്. അവയുടെ ദേവപ്രതിമകൾ എന്ത് ചെയ്യണം? തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടുവാൻ അവന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചെടുക്കരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഒന്ന് പറഞ്ഞ കൈ കൊടുത്ത്, അത് ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. അടുത്ത ആളോട് പറ, ദൈവത്തിന് അറപ്പാണ്. ദൈവത്തിന് അറപ്പുള്ള കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഇതേ ഹൃദയം നമുക്കും ഉണ്ടാകണം, എങ്കിലേ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറുപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. നിന്റെ വീട്ടിൽ ഒരു പ്രതിമയും കൊണ്ട് വെക്കരുത്. ഹല്ലേലൂയ. പ്രതിമ മാത്രമല്ല, ഈ പ്രതിമയുമായി ബന്ധപ്പെട്ട കുറെ സംഗതികളുണ്ട്. ഏത് മതത്തിലാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ, പ്രതിമയ്ക്ക് വേണ്ടി, പ്രതിമയുടെ ആരാധന നടത്തുന്നതിന് വേണ്ടിയുള്ള ചില ഐറ്റംസ് ഉണ്ട്. ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, പലതും ഉണ്ട്. അതൊന്നും നിന്റെ വീട്ടിൽ കൊണ്ട് വെക്കുക പാടുള്ള കാര്യമേ അല്ല. അത് യഹോവയ്ക്ക് അറപ്പുള്ളതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് അത്യന്തം അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. അത് ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ട എന്ത് സാധനവും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ അതിന് കാണണം? അറപ്പോടെ കാണണം. അത് നിനക്കും അറപ്പുള്ളതായിരിക്കണം. യഹോവയ്ക്ക് അത് ഉള്ളതുപോലെ നീയും അതിനെ അറപ്പോടെ കാണണം. വീട്ടിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് തീയിലിട്ട് കളയണം. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കരുത്. അതിൻ്റെ മുൻപിൽ പോയി തൊട്ടു നോക്കാനും തൊട്ടുമുത്താനും വണങ്ങാനും നിൽക്കരുത്. ഏത് മതത്തിലുള്ളതാണെങ്കിലും, ക്രിസ്തീയ മതം എന്ന് പറഞ്ഞ് പല വിശുദ്ധന്മാരുടെയും സ്വർഗത്തിലുള്ള യേശു കർത്താവിൻ്റെ അടക്കം ഉള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവമുള്ളത് അറപ്പോടെ നമ്മൾ കാണണം. ദൈവത്തിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക തന്നെ അത് സാധ്യമല്ല, അത് വെറുപ്പുള്ള കാര്യമാണ്. സ്തോത്രം. നിങ്ങളൊന്ന് വായ തുറന്നൊരു സ്തോത്രം പറയൂ. സ്തോത്രം. ഈ വിഗ്രഹങ്ങളുമായുള്ളവർ, അടുപ്പമുള്ളവർ വായ തുറന്ന് അധികം ഒച്ചത്തിൽ സംസാരിക്കില്ല. ഞാൻ സത്യം പറയാ, നിങ്ങൾക്കറിയില്ല അത്. കാരണം എന്താ? വിഗ്രഹങ്ങളുടെ സ്വഭാവം അവരിൽ ഉണ്ടാകും. വിഗ്രഹങ്ങൾ മിണ്ടോ? ദൈവത്തെ ആരാധിക്കാൻ വന്നാലും ഇങ്ങനെ ഇരിക്കുള്ളൂ, ടൈറ്റായിട്ട്. ചിലപ്പോൾ ഇത് വിഗ്രഹം തന്നെയാണോ എന്ന് തോന്നും. ഇരിപ്പ് കാണുമ്പോൾ വിഗ്രഹം തന്നെയാണോ ഈ ഇരിക്കുന്നതെന്ന് തോന്നും. പിന്നെ ഒന്നും കൂല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് പറയുന്ന അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുക്കാൻ. അപ്പൊ എനിക്കൊരു സംശയം, ഒരു വിഗ്രഹമാണോ ഇരിക്കണം. അപ്പൊ കൈ കൊടുക്കുമ്പോ സംഭവം അറിയാലോ ഇത് അനങ്ങുന്നുണ്ടോന്ന്. 3-4 തലമുറ വരെയാ ശാപം കിടക്കുന്നത്.
ഹല്ലേലൂയ. നിന്റെ പിതാക്കന്മാരായിരിക്കാം വിഗ്രഹത്തിന് മുൻപിലുള്ള പരിപാടികളായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, അത് ഏത് സഭയായിക്കോട്ടെ, അതിനുമേലൊരു ശാപം തലമുറകളിലേക്ക് കടന്നു വരും. അത് ബ്രേക്ക് ചെയ്യണം. അതിനെ വെറുപ്പോടെ കാണണം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അതിനെ വെറുപ്പോടെ കാണണം. അത് യഹോവയ്ക്ക് അറപ്പുള്ളതാണ്. ഹല്ലേലൂയ. അത് ഭവനത്തിൽ കൊണ്ടുവരിക സാധ്യമല്ല. ഭവനത്തിൽ അങ്ങനെയുള്ളതിലെല്ലാം ഇവിടെ ചില എക്സ്പേർട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സഭയിൽ. നിങ്ങൾക്ക് ചിലർക്ക് പേടി തോന്നും, ഇത് എടുത്ത് മാറ്റിയ വല്ല പ്രശ്നം. അതൊന്നും പറയണ്ട, ആരും അറിയില്ല, ഞങ്ങളോട് പറഞ്ഞാൽ മതി. അവർ ഭയങ്കര എക്സ്പേർട്ടായ ആൾക്കാരുണ്ട്. അവർ വന്ന് ആരും അറിയാതെ ഇത് ചാക്കിലാക്കി അതിന് വേണ്ടതൊന്നല്ല, തീയിലിട്ട് കളയല പരിപാടി. ഹല്ലേലൂയ. ഇത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത് ഉള്ളിൽ നിന്ന് ആ വെറുപ്പ് നമുക്ക് വരും ആ അഭിഷേകത്തിൽ നിറയുമ്പോൾ. ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് ഒക്കെ കൂടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വീടിൻ്റെ ഒരു സൈഡിൽ പോയിട്ട് രാത്രിയായിരുന്നു, കത്തിച്ചു കളഞ്ഞു. സ്തോത്രം. ചില വാതിലുകൾ നമ്മൾ അടയ്ക്കണം. എന്നാലാ കർത്താവ് ചില പുതിയ വാതിലുകൾ തുറക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, വിഗ്രഹത്തെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അതൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് അത് അറപ്പാണ്. സ്തോത്രം. അടുത്തത്, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുതോ? ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും വരുതോ? അവരുടെ മര്യാദ ആചരിക്കരുത്, അവരുടെ ചട്ടങ്ങൾ ആചരിക്കരുത്. നീ കടന്നു വന്ന ലോകത്തിന്റെ വഴികളിലുള്ള ആചാരങ്ങളും ചട്ടങ്ങളും ആചരിക്കരുത്. ലോകത്തിൻ്റെതായ ചില ആചാരങ്ങളുണ്ട്, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്. വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്. അത് ദൈവജനമായ നമ്മൾ ആചരിക്കരുത്. ഹല്ലേലൂയ. അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും ആ വിഗ്രഹവുമായി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധമുള്ള ഏതൊരു ആചാരത്തിലും നമ്മൾ ഭാഗമാകരുത്. അപ്പോൾ നമ്മളുടെ എക്സ്പ്ലനേഷൻ എന്താ? അത് കുറേ നാളുകളായി പരമ്പരാഗതമായി ഉള്ള കാര്യമല്ലേ? അതൊരു കൾച്ചറിൻ്റെ ഭാഗമല്ലേ? അതൊരു കൂട്ടായ്മയുടെ ഭാഗമല്ലേ? നിങ്ങൾ ആലോചിച്ചോ, യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ വേണോ, ലോകത്തിൻ്റെ കൂട്ടായ്മ വേണോ? അപ്പൊ ലോകത്തിലുള്ള ആളുകൾ ചെയ്യാൻ അതൊരു സന്തോഷത്തിനല്ലേ? അങ്ങനെയുള്ള ആചാരങ്ങളിൽ, അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ഭാഗഭാക്കാകരുത്. അവരുടെ ഇവിടെ പറയുക, ആ ദേശത്തിലെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് അയക്കും. ആ ലോക ചെല്ലുന്ന ദേശത്തിലെ ഉള്ളതായ ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കരുത്. സ്തോത്രം. കാരണം അതിനെല്ലാം ബന്ധമുണ്ട്. വിഗ്രഹാരാധനയും അന്യദേവന്മാരുമായി ബന്ധമുള്ളവയാ. അതിലൊന്നും നിങ്ങൾ ഭാഗമാകരുത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏത് ഫെസ്റ്റിവൽ വരുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇത് ലോകത്തിലെ ഏതെങ്കിലും അന്യദേവന്മാരുമായോ വിഗ്രഹങ്ങളുമായോ ബന്ധമുള്ള കാര്യമാണോ? അതിൻ്റെ പേരിലാണോ ഈ ആഘോഷം? ദൈവം ആത്മാവായതുകൊണ്ട്, നമ്മളുടെ ആത്മാവിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ ഞാൻ വസിക്കുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരും മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. സ്തോത്രം. സർവവും ഞാൻ സൃഷ്ടിച്ചതല്ലയോ? എന്നാൽ അവിടെ പറയുക, മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്, നിന്റെ ഉള്ളത്തിലാണ് ഞാൻ വസിക്കുന്നത്. ദൈവം വസിക്കുന്ന ആലയമല്ലോ നിങ്ങൾ. നമ്മളുടെ ദൈവം വസിക്കുന്ന ആലയം നമ്മളുടെ ഹൃദയമാണ്.
പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഉള്ളത്തിലാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് തുറന്നാൽ, വിഗ്രഹങ്ങളെ നോക്കിയാൽ, ആ ആചാരങ്ങൾ നോക്കിയാൽ ആത്മാവിൽ ഇടപെടുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്രയും തീക്ഷ്ണതയോടെ ദൈവം പറയുന്നത് വിഗ്രഹങ്ങൾ എനിക്ക് വെറുപ്പാണ്. കാരണം വിഗ്രഹങ്ങൾ ചെയ്യുന്ന പരിപാടി ആത്മീയ കണ്ണ് അത് അടച്ചു കളയും. നീ ആത്മാവിൽ അറിയേണ്ട, ആത്മാവിൽ രുചിക്കേണ്ട ദൈവത്തെ കണ്ണ് തുറന്ന് ഓരോ സാധനങ്ങളിൽ നോക്കിയാൽ നിന്റെ ആത്മാവിന്റെ കണ്ണിനെ ദുഷ്ടൻ അടച്ചു കളയുവാനിടയാണ്. അതുകൊണ്ടാണ് ദൈവം വെറുപ്പാണ്, അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൈകാലുകൾ അനങ്ങണം. ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൈകൾ ചലിക്കണം. ലീനി യോറ ഭാല റായ റക്ക ബാ ലീജി യോറ ഭാന ഡാര യോ ലിയോ റിയ റാഭ നാട റായ റക്ക. അവർ ജീവനുള്ളവരെ പോലെ ആയിരിക്കണം. അവർ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. അവർ ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. എന്നാൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഏത് മതത്തിലുള്ളവരാണെങ്കിലും നോക്കിയാൽ നിങ്ങൾ അറിയാം, സ്തോത്രം, അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ വളരെ ഏതാണ്ട് വിഗ്രഹം പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ അർത്ഥം, അതിൻ്റെ സ്വാധീനം വിട്ടുപോയിട്ടില്ല. 4 തലമുറ വരെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. കൈയൊക്കെ ഒന്ന് കുടഞ്ഞേ. ഓക്കെ അല്ലേ? ധൈര്യമായിട്ട് കുടഞ്ഞോ, ഒരു കുഴപ്പമില്ല. ജീവനുള്ളവരാ. യേശുവിന്റെ ജീവനാ എൻ്റെ ഉള്ളത്തിൽ ഇരിക്കുന്നത്. കൈകാലുകൾ തന്നത് എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമുക്ക് ആ വചനം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 17:24-25 വായിക്കാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ലോകവും അതിലുള്ളതും സകലതും ഉണ്ടാക്കിയ ദൈവം. ഒന്നും കൂടെ പറഞ്ഞ, ലോകവും അതിലുള്ളതും സ്വർഗവും. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. വായിക്കാം. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. താൻ സകലർക്കും ജീവൻ കൊടുക്കുന്നവനാകയാൽ, ശ്വാസം കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ള പോലെ മനുഷ്യന്റെ ഒരു ശുശ്രൂഷയും അവൻ ആഗ്രഹിക്കുന്നില്ല. വല്ല മുട്ടുള്ളവനെ പോലെ മനുഷ്യ കരങ്ങളാൽ, വായിച്ച സിസ്റ്ററെ, സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മാനുഷിക കൈകളാൽ എന്തെങ്കിലും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ജീവൻ കൊടുക്കുന്നവനാണ്, അവൻ ശ്വാസം കൊടുക്കുന്നവനാണ്, അവൻ സകലതും സൃഷ്ടിച്ച ദൈവമാ. വല്ലതും കുറവുള്ളവനെ പോലെ ചില ശുശ്രൂഷകൾ മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യം സർവശക്തനായ ദൈവത്തിനില്ല. അവൻ സകലതും ദാനം ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. 17:24-25 വായിച്ചു അല്ലേ? മാത്രമല്ല, നമുക്കറിയാം 1 കൊരിന്ത്യർ 3:16. ഇതെല്ലാം കാണാതെ അറിയണം. ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളത്തിലാ ദൈവം വസിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം വസിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് സ്പർശിക്കണമെങ്കിൽ, ദൈവം വസിക്കുന്ന ഒരു സ്ഥലം
നിങ്ങൾക്ക് കാണണമെങ്കിൽ, സ്പർശിക്കണമെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തുന്നു ഷെയ്ക്കിൻ്റെ കൊടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഷെയ്ക്കിൻ്റെ കൊടുക്ക്. ദൈവം വസിക്കുന്ന ആലയങ്ങളായിരിക്കുന്നേ. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന ആലയമായിരിക്കുന്നേ. ദൈവം വസിക്കുന്ന ആലയമായിരിക്കുന്നേ. 1 കൊറിന്ത്യർ 10-ാം അധ്യായം 27-28 വായിക്കാം. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നതോ എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് അറിയിച്ചവൻ നിമിത്തവും മനസ്സാക്ഷി നിമിത്തവും തിന്നരുത്. സ്തോത്രം. നമ്മളെ ഒരു വീട്ടിൽ വിശ്വാസിയല്ല, വീട്ടിൽ നമ്മൾ വിളിച്ചു, ഒരു ചായയും കായ വറുത്തതും, ചിലപ്പോൾ ചിലവർ സമോസയായിരിക്കും കൊണ്ടുവന്ന് വെച്ചാൽ വിശ്വാസിയല്ല. എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സന്തോഷമായിട്ട് ചായയും കായവറുത്തും എടുത്ത് കഴിച്ചോളാൻ. എന്നാൽ ഇത് വിഗ്രഹവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, അവൻ വന്ന് നിങ്ങളോട് പറയണമെന്നൊന്നുമില്ല, നമുക്ക് ആലോചിച്ചറിയാം. ചില ഫെസ്റ്റിവൽസ്, ചില ആചാരങ്ങളുടെ ഭാഗമായി അവിടെയുള്ള ഭക്ഷണത്തെ, അത് ഇന്ന മതമൊന്നുമില്ല, ക്രിസ്തീയ മതത്തിലും ചില പരിപാടികളൊക്കെ ഉണ്ട്. ആ ഭക്ഷണം അനുഗ്രഹിച്ച് അതിനേതോ ശക്തിയുണ്ടെന്നുള്ള പോലെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമാണെങ്കിൽ നിങ്ങളത് ഭക്ഷിക്കരുത്. നിങ്ങൾ സന്തോഷത്തോടെ പറയുക, ഇല്ല, ഞാൻ വീണ്ടും ജനിച്ച ദൈവ പൈതലാണ്, എനിക്ക് വിഗ്രഹവുമായുള്ള ബന്ധത്തിലുള്ള ഒന്നും ഭക്ഷിക്കുക സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ അത് പറയുക. ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് ബന്ധം? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അശുദ്ധമായ ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ആലയത്തിൽ വെക്കുന്ന, വിഗ്രഹവുമായി ബന്ധമുള്ള വിഗ്രഹം ഉണ്ടാക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അത് ഉണ്ടാക്കുകയും അത് വെക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വേർപെട്ട് പുറപ്പെട്ട്, നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ട് നിൽക്കണം. ഒന്ന് പറഞ്ഞേ, പുറപ്പെടണം, വേർപെടണം. പുറപ്പെട്ട് വേർപെട്ട് നിൽക്കണം. എങ്കിൽ അവിടെ തുടർന്ന് പറയുക, അങ്ങനെയുള്ളവരെ യഹോവ തൻ്റെ ജനവും ഞാൻ അവരുടെ പിതാവുമായിരിക്കും. നിങ്ങൾ അശുദ്ധമായ ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ യഹോവ അരുളി ചെയ്യുന്നു. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ.